നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു പെയിന്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ലൈറ്റിങ്ങിന്റെ എഫക്റ്റ് ഉള്ള ഒരു പെയിന്റിംഗ് ആണ്. ബ്ലൂ കളർ മാത്രമാണ് ഈ ഒരു പെയിന്റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്, എങ്ങനെയാണ് ഈ ഒരു ലൈറ്റിന്റെ എഫക്റ്റ് ഒക്കെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഒരുമിച്ച് ഈ ഒരു പെയിന്റിംഗ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെയിന്റിംഗ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വരയ്ക്കുന്നത് ഒരു വാട്ടർ ലൈനാണ്, ഹൊറൈസൺ ലൈനാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. ഏകദേശം ഇവിടെ ആയിട്ടാണ് ഹൊറൈസൺ ലൈൻ വരുന്നത് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ്. നമുക്ക് ആദ്യം അത് വരയ്ക്കാം. ഓക്കെ, ലൈറ്റായിട്ട് വരച്ചാൽ മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഡാർക്കായിട്ട് വരയ്ക്കുന്നില്ല, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒന്ന് ലൈറ്റായിട്ട് വരയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഹൊറൈസൺ ലൈൻ നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കേണ്ടത് ഒരു മൂണാണ്. മൂന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഒരു പെർഫെക്റ്റ് സർക്കിൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂന്ന് വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും മൂന്ന് വരയ്ക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് സർക്കിൾ വരയ്ക്കും. അപ്പോൾ മൂന്ന് വരയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഡാർക്ക് ആയിട്ട് പോകാനായിട്ട് പാടില്ല. കാരണം ഫൈനലി കളർ ചെയ്യുന്ന സമയത്ത് ഒരു ഔട്ട്ലൈൻ അവിടെ വിസിബിൾ ആവരുത്. മാക്സിമം ലൈറ്റായിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ലൈറ്റായിട്ട് വരയ്ക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഒരുപാട് ലൈറ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയിൽ കാണില്ല, വിസിബിളായിട്ട് കാണില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് ഡാർക്കായിട്ട് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ മാക്സിമം ഒന്ന് ലൈറ്റായിട്ട് വരച്ചോളൂ കേട്ടോ. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ലൈറ്റായിട്ട് വരയ്ക്കാൻ പറ്റുമോ അത്രയും ലൈറ്റായിട്ട് വരയ്ക്കുക. ബുക്ക് നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം അതിൽ വരയ്ക്കുന്ന ലൈൻസ് കണ്ടാൽ മതി. നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ആക്ച്വലി ഔട്ട്ലൈൻ. ഓക്കെ, അതായത് ഫൈനലി ഔട്ട്ലൈൻ നമുക്കിവിടെ ആവശ്യമില്ല. കളർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ ഡ്രോയിങ്ങിൽ ഔട്ട്ലൈൻ എന്ന് വിളിക്കുക, പെയിൻറ്റിങ്ങിലൊക്കെ. അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഫൈനലി അതൊക്കെ ഒന്ന് റബ്ബ് ചെയ്യാം. കളർ ചെയ്യുന്നതിന് മുന്നേ ഒരു സിംഗിൾ ലൈൻസ് മാത്രം നമുക്കവിടെ വിസിബിളായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഡാർക്കായി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെറുതെ റബ്ബർ എടുത്തിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് എങ്ങനെ ഓടിച്ചു കൊടുത്താൽ മതി. ഉണ്ടോ, അതൊന്ന് ലൈറ്റായിട്ട് പോകുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഫൈനലി ഔട്ട്ലൈൻ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയാണ് ആക്ച്വലി ഇതിന് ഔട്ട്ലൈൻ വരുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് ഓയിൽ പേസ്റ്റിൽ ഉപയോഗിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം യൂസ് ചെയ്യുന്നത് സ്കൈ ബ്ലൂ ആണ്. സ്കൈ ബ്ലൂ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ചുറ്റും ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ട്ലൈൻ എന്ത് ചെയ്യാം, ഒന്ന് ലൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വരച്ചത് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റബ്ബർ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ഒന്ന് ഇതേപോലെ ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പെയിൻറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്ലൂഷ് ആയിട്ടുള്ള കളറാണ്. ഒരു ബ്ലൂഷ് പെയിൻറ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു സ്കൈ ബ്ലൂ യൂസ് ചെയ്തിട്ട്, ലൈറ്റ് ബ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ച മൂണിന് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് മൂണിൻ്റെ ഉള്ളിലോട്ട് പോവില്ല. മൂന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിലനിർത്താനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇതിൻ്റെ ചുറ്റും ജസ്റ്റ് ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. കണ്ടോ, വെറുതെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്നുമില്ല, വെറുതെ ഒരു കളർ എത്രത്തോളം ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് 3 ഇഞ്ച് ചുറ്റും ഏകദേശം ഈ ഒരു അളവിൽ സ്കൈ ബ്ലൂ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ഇഞ്ച് ചുറ്റും നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ലൈറ്റ് ബ്ലൂ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഇതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബ്ലൂ എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഒരു വാട്ടറിൻ്റെ ലൈൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് വരില്ല, കളേഴ്സ് വരാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ആവും കേട്ടോ. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ കളർ ചെയ്യുകയാണെങ്കിൽ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ എഫക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി ഈസി ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ചുറ്റും നല്ല ഡാർക്ക് ബ്ലൂ നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ആക്ച്വലി 3 ബ്ലൂ ഉണ്ട്. ഒരു സ്കൈ ബ്ലൂ ഉണ്ട്, ഒരു മിഡിൽ ബ്ലൂ ഉണ്ട്, നല്ല ഡാർക്കർ ആയിട്ടുള്ളൊരു ബ്ലൂ ഉണ്ട്. ഓക്കെ, ആദ്യം ഞാൻ സ്കൈ ബ്ലൂ യൂസ് ചെയ്തു, ഒരു മിഡിൽ ബ്ലൂ യൂസ് ചെയ്തു. ഇനി ഈ ഒരു നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ നമുക്ക് ഇവിടെ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ 2 ബ്ലൂ ആണെങ്കിൽ ഈ ഒരു ബ്ലൂ എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് 3 ബ്ലൂ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ കളേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇതേപോലെ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത് ഈ ലൈവ് ബ്ലൂ എടുത്തിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് നോക്കി ഇതേപോലെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതും ഒരു സ്റ്റെപ്പാണ് കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ടിഷ്യൂ പേപ്പർ എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം സേവ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ. ഇവിടെ ഓൾമോസ്റ്റ് ബ്ലെൻഡ് ആയില്ലേ. ഇവിടെ നമുക്ക് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, താഴത്തെ ചെയ്ത സ്കൈ ബ്ലൂ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി. ഉണ്ടോ, ഇങ്ങനെയും നമുക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ടിഷ്യൂ പേപ്പർ എടുത്തിട്ടും ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ടിഷ്യൂ പേപ്പർ എടുക്കുക, ജസ്റ്റ് ഒന്ന് 4 നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഉണ്ടോ, ഓക്കെ, ഇനി 3ന്റെ ചുറ്റും കുറച്ചും കൂടി നമുക്കൊരു ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്കൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും, വൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ കുറച്ചും കൂടി ലൈറ്റ് ബ്ലൂ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് ഇവിടെ നമുക്ക് കിട്ടും. ഉണ്ടോ,
എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് നമ്മൾ ഇതേപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. 3ന് ഫുള്ളായിട്ട് ചെയ്യരുത്, ഇടയിൽ ഒരു സൈഡ് മാത്രം കണ്ടോ, കുറച്ചൊന്ന് ലൈറ്റ് ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് വൈറ്റ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ മേലെ ഒരു സൈഡിൽ മാത്രം കുറച്ചിങ്ങനെ 3 ഇഞ്ച് ടെക്സ്ചർ പോലെ ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 3 ഇഞ്ച് ചെറിയൊരു ടെക്സ്ചറൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഒരു ടെക്സ്ചറാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറും വൈറ്റും വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ചെറിയ ഡോട്ടും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ടെക്സ്ചറൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം. ഒരു പർട്ടിക്കുലർ ഷേപ്പ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ചെയ്ത ഒരു ഷേപ്പ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ആക്ച്വലി 3ന് ഏത് ഷേപ്പ് ചെയ്താലും അത് ഓക്കെ ആണ് കേട്ടോ. ഇപ്പോൾ 3 ഇഞ്ച് സർക്കിളിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വേറെ ഒന്നും കുഴപ്പമില്ല, ഇതേപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ കുറച്ച് ക്ലൗഡ്സിൻ്റെ ഷേപ്പ് പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ഓയിൽ പേസ്റ്റിൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു ക്ലൗഡ്സിൻ്റെ ഷേപ്പ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ. കണ്ടോ, ഇങ്ങനെ കുറച്ച് ക്ലൗഡ്സ് വരച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്ത ശേഷം നമ്മുടെ സ്കൈ ബ്ലൂ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ എന്ത് ചെയ്യാം, കുറച്ചൊന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബ്ലൂ, വൈറ്റ്, ലൈറ്റ് ബ്ലൂ, പിന്നെ ഡാർക്ക് ബ്ലൂ, ആ ഒരു ഓർഡറിലാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഡാർക്ക് ബ്ലൂ എടുത്തിട്ട്, അപ്പോൾ നോക്കിയാൽ അത് നമുക്ക് പെട്ടെന്ന് അത് ബ്ലെൻഡ് ചെയ്ത് പോയില്ലേ, ഉണ്ടോ? ഇത് വൈറ്റ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി എന്ത് ചെയ്യാം, ഇങ്ങനെ ഹൈലൈറ്റർ ആക്കണം. ഉണ്ടോ, ഒരു ക്ലൗഡ്സിൻ്റെ ഫീൽ നമുക്ക് നന്നായിട്ട് അവിടെ വരും. ഓക്കെ, അങ്ങനെ 2-3 ലെയർ ക്ലൗഡ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഇതേപോലെ ഒരു ലെയറും കൂടി ചെയ്യാൻ പറ്റും. കണ്ടോ, കുറച്ച് സ്റ്റെപ്പായിട്ട് ആ ഒരു ക്ലൗഡ്സ് വന്നപ്പോൾ കാണാനൊരു ഭംഗിയുണ്ട്. വീണ്ടും വൈറ്റ് എടുത്തിട്ട് നമ്മൾ മേലെ ചെയ്ത പോലെ ഇവിടെ ഒന്നിങ്ങനെ ഹൈലൈറ്റ് ആക്കി കൊടുക്കും.
കണ്ടോ? അവിടെ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പുറത്തും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് കുറച്ച് മതി ഇവിടെ. ദൂരത്ത് കാണുന്ന ഒരു ചെറിയൊരു മൗണ്ടൻസിൻ്റെ ഷേപ്പൊക്കെ നമുക്കിവിടെ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ കുറച്ച് ചെയ്താൽ മതി കേട്ടോ ഇവിടെ. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഒരു ഡാർക്ക് ബ്ലൂ കളർ എടുത്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല ദൂരത്ത് കാണുന്ന പോലത്തെ കുറച്ച് മൗണ്ടൻസ് വരയ്ക്കാം. കണ്ടോ? നല്ല ദൂരത്ത് കാണുന്ന പോലെയുള്ള മൗണ്ടൻസ് ഡാർക്ക് ബ്ലൂ എടുത്തിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് ഉള്ള ഒരു സ്കൈ നമുക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ പോർഷൻ ചെയ്യാം. വെള്ളത്തിൻ്റെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ സ്കൈ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ആദ്യം നമുക്ക് സ്കൈ ബ്ലൂ ലൈറ്റ് ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. മേലെ ഭാഗത്ത് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഈ സെൻറ്ററിൽ കൂടെയാണ് സ്കൈ ബ്ലൂ കൂടുതലായിട്ട് വരുന്നത്, ഇതിൻ്റെ റിഫ്ലക്ഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പെയിൻറ്റിങ്ങിൽ ബ്ലൂവിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഷെയ്ഡ്സ് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മളിവിടെ സ്കൈ ബ്ലൂ യൂസ് ചെയ്തു. ഇനി സൈഡിലൂടെ ഒരു മിഡിൽ ബ്ലൂ യൂസ് ചെയ്യാണ്, കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ളൊരു ബ്ലൂ യൂസ് ചെയ്യാണ്. അങ്ങനെ രണ്ട് സൈഡിലും ചെയ്യാം. ഓക്കെ, ഇനി നല്ലൊരു ഡാർക്കർ ആയിട്ടുള്ള ഒരു ബ്ലൂ എടുത്തിട്ട് ഏറ്റവും ബാക്കിൽ ചെയ്യാം. നമ്മൾ സ്കൈയിൽ ചെയ്ത സെയിം ഓർഡർ കേട്ടോ. സ്കൈൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും വാട്ടറിൽ. ഓക്കെ, അപ്പോൾ സ്കൈയിൽ ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു കളറായിരിക്കും എപ്പോഴും വെള്ളത്തിൽ വരിക. അത് നമ്മളിങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ സ്കൈയിൽ നമ്മൾ ഏതൊക്കെ കളർ കൊടുക്കുന്നത് സെയിം കളർ എടുത്തിട്ട് വെള്ളത്തിലും ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കളേഴ്സിനെ. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ലീപ്പിൻ്റെ ഡയറക്ഷൻ തന്നെ കൈ മൂവ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ എഫക്റ്റ് കിട്ടും. വെള്ളത്തിൻ്റെ ലൈൻസ് ഒക്കെ ഇങ്ങനെ കിട്ടും നമുക്ക്. ഓക്കെ, ഏറ്റവും ഈ ഒരു മുകൾ ഭാഗത്ത് എന്ത് ചെയ്യാം? നമുക്ക് ചെറുതായിട്ടൊന്ന് വൈറ്റ് ഓയിൽ പേസ്റ്റ് വെച്ചിട്ടും ഇന്നിങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സെൻറ്ററിൽ കൂടെ ഇടയിൽ ഓരോ ലൈൻസ് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ കയറ്റിയിട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ ഓളങ്ങൾ പോലെ തോന്നാൻ വേണ്ടിയിട്ട്. ഒരുപാട് വേണ്ട, കുറച്ച് ദൂരം മതി.
അത് വേണമെങ്കിൽ ഈ സ്കൈ ബ്ലൂ ലൈറ്റ് ബ്ലൂ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. ഈ സ്കൈ ബ്ലൂ കൊണ്ട് ഇങ്ങനെ ഓരോ ലൈൻസ് വരച്ചു കൊടുക്കുക ഇതിൻ്റെ മേലെ കൂടെ, വെള്ളത്തിൻ്റെ ഓളങ്ങൾ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് എന്തായി പോവില്ല, ലൈറ്റായി പോവില്ല, ഒരു മിഡിൽ റേഞ്ചിൽ ഇങ്ങനെ നിന്നോളും. വെറുതെ ഇങ്ങനെ ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് അധികം ബലം കൊടുക്കാതെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ, വെള്ളത്തിൻ്റെ ടെക്സ്ചർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ അമർത്തി ചെയ്യേണ്ട, വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ടെക്സ്ചർ കണ്ടോ, അങ്ങനെ തരിതരി പോലെയുള്ളൊരു ടെക്സ്ചർ നമുക്ക് നന്നായിട്ട് കിട്ടും. അതൊരു വെള്ളത്തിൻ്റെ എഫക്റ്റായിട്ട് പെട്ടെന്ന് തോന്നിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നോക്കി ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വെള്ളത്തിൻ്റെ എഫക്റ്റ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ആക്ച്വലി നമ്മുടെ ഡ്രോയിങ് കാണാനായിട്ട്, ഈ ഒരു പെയിൻറ്റിങ് കാണാനായിട്ട്. കണ്ടോ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ലൈറ്റൊക്കെ നോക്കി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ എഫക്റ്റും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോക്കനട്ട് ട്രീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് നോക്കി ഇവിടെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഫുൾ ബ്ലൂ കളർ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ, ബ്ലൂവിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസിലുള്ള കളർ മാത്രം യൂസ് ചെയ്തിട്ട് ഇതേപോലെയുള്ളൊരു പെയിൻറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളാണ്, എന്നാൽ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഇതേപോലെയുള്ള പെയിൻറ്റിങ്സ് നമ്മൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഒരു കളർ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു കളർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പെയിൻറ്റിങ്ങിനെ വിളിക്കുന്ന പേര് മോണോക്രോം പെയിൻറ്റിങ്സ് എന്നാണ് പറയുക. അപ്പോൾ മോണോക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു പെയിൻറ്റിങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കളറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് ബ്ലൂ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് യൂസ് ചെയ്തു, സ്കൈ ബ്ലൂ യൂസ് ചെയ്തു, മിഡിൽ ബ്ലൂ യൂസ് ചെയ്തു, ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്തു. അപ്പോൾ ബ്ലൂ അല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വൈറ്റും യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ കളറിങ്ങിലോട്ട് വരുന്ന സമയത്ത് ബ്ലൂ കളർ മാത്രമാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു കളർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പെയിൻറ്റിങ്ങിനെയാണ് നമ്മൾ മോണോക്രോം പെയിൻറ്റിംഗ് എന്ന് പറയുക. ആ ഒരു ടൈപ്പ് പെയിൻറ്റിംഗ് ആണിത്. ഈ ഒരു പെയിൻറ്റിങ് അടിപൊളിയായിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. നോക്കി ഇവിടെ നല്ലൊരു ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. മൂണിൻ്റെ ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് അടിപൊളിയായിട്ട് ഈ ക്ലൗഡ്സിക്കും വെള്ളത്തിലൊക്കെ അടിക്കുന്ന ഒരു ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ടും പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ട്രൈ ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് നല്ല നല്ല പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.